നമസ്കാരം. ഇൻഡിഗോ പ്രതിസന്ധി ഭാരതത്തിന്റെ വ്യോമയാന മേഖലയെ പിടിച്ചുകുലുക്കിയ ഒരു പ്രശ്നമായിരുന്നു. കാര്യങ്ങൾ സാധാരണഗതിയിലായി എന്ന് പറയുമ്പോഴും ആശങ്ക വിട്ടൊഴിയുന്നില്ല. എന്താണ് ഇൻഡിഗോയ്ക്ക് പറ്റിയത് എന്ന് പരിശോധിക്കാം. ഇൻഡിഗോയുടെ സ്ട്രെങ്ത് 5 കാര്യങ്ങളായിരുന്നു. 1. സാധാരണക്കാർക്ക് പ്രാപ്യമായ ബജറ്റ് എയർലൈൻ ടിക്കറ്റ് ചാർജ്. ബജറ്റ് എയർലൈൻ മോഡൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഇൻഡിഗോ മോഡൽ ബഡ്ജറ്റ് എയർലൈനായി മാറി. മികച്ച ഓപ്പറേഷൻ എഫിഷ്യൻസി, ബുക്കിംഗ് തോട്ട്, ഫ്ലീറ്റ് മാനേജ്മെന്റ്, എയർപോർട്ട് സർവീസ്, സ്റ്റാഫ് മാനേജ്മെന്റ്, ഓൺലൈൻ പെർഫോമൻസ് ഇവയിലെല്ലാം മികച്ച ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്നിവ കൊണ്ടാണ് ഇൻഡിഗോ വളർന്നത്. അങ്ങനെ റിലയബിലിറ്റി ആയിരുന്നു ഇൻഡിഗോയുടെ പ്രധാന ബ്രാൻഡ് മൂല്യം. ജെറ്റ് ഉൾപ്പെടെ നിരവധി എയർലൈനുകൾ പൂട്ടിപ്പോയപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചു. ഫ്ലീറ്റ്, ഡെസ്റ്റിനേഷൻ എന്നിവ കൂട്ടി മാർക്കറ്റ് ഷെയറും റവന്യൂവും പ്രോഫിറ്റ് മാർജിനും കൂട്ടി. പ്രൊഫഷണൽ മാനേജ്മെന്റ് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള മികച്ച പ്രൊഫഷണലുകളെ കൊണ്ടുവന്നു. അല്ലാതെ പ്രൊമോട്ടേഴ്സ് മാനേജ്മെന്റിൽ തലയിട്ടില്ല. ഇതൊക്കെ കൊണ്ട് നിരന്തരം ലാഭത്തിലുള്ള കമ്പനി അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിച്ച ഒരു ബ്രാൻഡായി മാറി. ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ് പ്രശ്നം? പ്രധാനപ്പെട്ട പ്രശ്നം വിക്ടിം ഓഫ് സക്സസ് എന്നതാണ്. അതായത് ഏതൊരു ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അങ്ങനെ എല്ലാ ഫീൽഡിലും ഒരു പരിധിയിൽ കവിഞ്ഞ് സക്സസ് ആയാൽ 3 പ്രശ്നങ്ങൾ വരും. അതിലാദ്യത്തേത് അരഗൻസ് ആണ്. തങ്ങൾ മറ്റെല്ലാവരേക്കാൾ മിടുക്കും വൈഭവവും കഴിവും അധികാരവും ഉള്ളവരാണെന്ന തോന്നൽ. 2. ഡിസ്പ്യൂട്ട്. മറ്റുള്ളവരെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന രീതിയിൽ കൂടെ നിന്നവർ പോലും അകന്നുപോകും. 3. അത്യാഗ്രഹം. വീണ്ടും വീണ്ടും വളർന്ന് വെട്ടിപ്പിടിക്കാനുള്ള ത്വര. അവിടെ പലതും കോംപ്രമൈസ് ചെയ്യാനുള്ള ത്വര. ചങ്ങാത്ത മുതലാളിത്ത മാർഗത്തിൽ വളർന്ന് മോണോപ്പൊളിയാകും. ഏതൊരു സംരംഭമാണെങ്കിലും ഓവർ സ്ട്രെച്ച് ചെയ്താൽ ആദ്യ സ്ട്രെങ്ത് പിന്നെ ലിമിറ്റേഷനായി പരാജയത്തിലേക്ക് തള്ളിവിടും. റോമാ സാമ്രാജ്യം തകർന്നതും മൗര്യ സാമ്രാജ്യം തകർന്നതും അലക്സാണ്ടർ വെട്ടിപ്പിടിച്ചത് എല്ലാം പോയതും എല്ലാം അങ്ങനെയാണ്. ഇന്ത്യയിൽ കിങ് ഫിഷർ, അനിൽ അംബാനി ഇങ്ങനെയെല്ലാം ഓവർ സ്ട്രെച്ചിൽ പോയതാണ്. അദാനിക്കും ഈ പ്രശ്നം ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ഇൻഡിഗോയുടെ സ്ട്രെങ്ത് അതിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി, അതിൻ്റെ വിപുലമായ ഔട്ട്റീച്ച്, അതിൻ്റെ റിലയബിലിറ്റി, അതിൽ നിന്നൊക്കെയുള്ള ബ്രാൻഡ് വാല്യൂ ഇതൊക്കെയാണ്. ഇതിൻ്റെ ഫലമായി ഉയർന്ന സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യ വളർച്ച. ആ സക്സസ് കൊണ്ട് 60% മാർക്കറ്റ് ഷെയർ ആയപ്പോൾ തങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്ന ഓവർ കോൺഫിഡൻസ് പിന്നെ അരഗൻസായി മാറി. ഇൻഡിഗോയുടെ മൂല്യം കൂടിയപ്പോൾ അതിൻ്റെ കൺട്രോളിംഗ് സ്റ്റോക്കിന് വേണ്ടി അത് തുടങ്ങിയ രാഹുൽ ഭാട്ടിയയും രാകേഷ് അഗർവാളും തമ്മിൽ ഡിസ്പ്യൂട്ടായി. ഏവിയേഷൻ രംഗത്ത് ലോക നിലവാരത്തിൽ നേതൃത്വ അനുഭവമുള്ള രാകേഷ് ഗർവാളാണ് ഇൻഡിഗോ ഓപ്പറേഷൻ മോഡലും പ്രൊഫഷണൽ മാനേജ്മെന്റ് മോഡലും സംവിധാനം ചെയ്തത്. അതിനാൽ 2022 മുതൽ ഈ ഡിസ്പ്യൂട്ട് കാരണം അയാളുടെ സ്റ്റോക്ക് ബഹുഭൂരിപക്ഷവും വിറ്റ് പുറത്തുപോയി. വേറെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് IIT, വാട്ടർ സ്കൂൾ MBA ആയ അയാൾ എയർലൈൻ രംഗത്ത് 30 വർഷത്തിൽ അധികമുള്ള കോർ കോമ്പീറ്റൻസ് കൊണ്ടാണ് ഇൻഡിഗോ മോഡൽ വിജയിപ്പിച്ചത്. അയാൾ അവിടെ നിന്ന് ഇറങ്ങി അമേരിക്കയിൽ ഇൻഡിഗോയുടെ 2 മടങ്ങ് വലിപ്പമുള്ള നോർത്ത് വെസ്റ്റിന്റെ ചെയർമാനായി. കഴിഞ്ഞ ചില വർഷങ്ങളിൽ വളർന്ന ഇൻഡിഗോ ഓവർ സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പ്രശസ്തമായ ഓപ്പറേഷണൽ എഫിഷ്യൻസി നിലനിർത്താൻ പ്രയാസപ്പെട്ടു എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഫ്ലീറ്റ് കൂട്ടിയത് അനുസരിച്ച് ടോപ്പ് പൈലറ്റുകൾ വളർന്നില്ല. ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്ത് രാകേഷ് ഗർവാൾ പോയതോടെ കണ്ടിജൻസി പ്ലാൻ വളരെ ദുർബലമായി. ഓവർ കോൺഫിഡൻസിൽ മുന്നോട്ട് പോയി. വലിയ മാർക്കറ്റ് ഷെയർ ഉള്ളതുകൊണ്ട് 2024 പൈലറ്റ് ആൻഡ് ക്രൂ സേഫ്റ്റി റസ്റ്റ് DGCA ഗൈഡ് ലൈൻ അവർ അവഗണിച്ചു. വേണ്ടത് ചെയ്തില്ല. ഇതിന്റെ പ്രധാന കാരണം മുകളിൽ പറഞ്ഞ അരഗൻസ് ആണ്. അവസാനം നവംബറിൽ DGCA അവരുടെ FDTL ഗൈഡ് ലൈനുകൾ ഫോളോ ചെയ്യാൻ നിർബന്ധിതരായി. ഈ ഗൈഡ് ലൈനിൽ ഇൻഡിഗോ ഉൾപ്പെടെ എല്ലാവരുമായി ആലോചിച്ചാണ് ചെയ്തത്. ഇത് നടപ്പാക്കാൻ അവസാനം പൈലറ്റ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചു. കോടതി വിധി വന്നതുകൊണ്ട് ഇൻഡിഗോ ഉൾപ്പെടെ നടപ്പാക്കാൻ നിർബന്ധിതരായി. ഇൻഡിഗോ ഒരു 1802 ഫ്ലൈറ്റുകൾ 138ൽ 137 ഡെസ്റ്റിനേഷനുകളിൽ ഓപ്പറേഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓവർ സ്ട്രെച്ച് മനസ്സിലാക്കാം. DGCA ഗൈഡ് ലൈൻ പര്യാപ്തമായ പൈലറ്റ് ആൻഡ് റോസ്റ്റർ മാനേജ്മെന്റിൽ പിഴവ് വന്നതുകൊണ്ട് ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതോടെ ഇതിൻ്റെ പ്രധാന സ്ട്രെങ്തായ ഓപ്പറേഷൻ മോഡൽ കൊളാപ്സായി. 500 ഫ്ലൈറ്റ് ക്യാൻസലായി. ഇതിൻ്റെ ഫലമായി 5,86,705 യാത്രക്കാരുടെ ടിക്കറ്റ് ക്യാൻസലായി. ഇതുവരെ 827 കോടി റീഫണ്ട് ചെയ്തു. 4,500 ബാഗുകൾ തിരികെ എത്തിച്ചു. ഇനിയും 9,000 ബാഗ് കൊടുക്കാനുണ്ട്. ചുരുക്കത്തിൽ ഇൻഡിഗോ ഓവർ സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പഴയ സ്ട്രെങ്ത് പെട്ടെന്ന് ലിമിറ്റേഷനായി. അതിൻ്റെ റിലയബിലിറ്റി കൂപ്പുകുത്തി. അതിൻ്റെ ബ്രാൻഡ് മൂല്യവും സ്റ്റോക്ക് മൂല്യവും കുറഞ്ഞു. ഇപ്പോൾ DGCA
100 ഫ്ലൈറ്റ് വെട്ടിക്കുറച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന വീഴ്ച ഇൻഡിഗോയ്ക്ക് മോണോപ്പൊളി അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ ക്രമക്കേടുണ്ട്. ഒരു എയർലൈനിൽ നിന്നും 35% കൂടുതൽ മാർക്കറ്റ് ഷെയർ കൊടുത്താൽ അത് പ്രശ്നമാണ്. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും ഇൻഡിഗോ എങ്ങനെ കരകയറും? ആദ്യം ചെയ്യേണ്ടത് സ്റ്റെബിലൈസ് ആൻഡ് കൺസോളിഡേറ്റ്, രണ്ടാമത് ഡൈവേഴ്സിഫൈ. ഏതൊരു പ്രസ്ഥാനവും ഒരു പരിധി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ പ്ലാൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായാൽ റവന്യൂവും റിസ്ക്കും ഡൈവേഴ്സിഫൈ ചെയ്യും. ഇന്ത്യയിൽ ഇത് ചെയ്തത് ടാറ്റയും ഇപ്പോൾ മുകേഷ് അംബാനി ഗ്രൂപ്പുമാണ്. അതുപോലെ കുമാരമംഗലം ബിർള ഗ്രൂപ്പ്. കിങ്ഫിഷർ അവരുടെ കോർ സെക്ടറിൽ വിട്ട് പെട്ടെന്ന് അവർക്ക് കോർ കോമ്പീറ്റൻസ് ഇല്ലാത്ത ഏവിയേഷൻ സെക്ടറിൽ പോയി പെട്ടെന്ന് വളർന്നു, ക്രാഷായി. ഇന്ത്യയിൽ വളർന്നു, പെട്ടെന്ന് തകർന്ന് നിരവധി എയർലൈനുകളുണ്ട്. ഈസ്റ്റ് വെസ്റ്റ്, ജെറ്റ്, സഹാറ, ഇവയുടെ ഇൻവെസ്റ്റ്മെന്റ് മോഡലിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കിങ്ഫിഷർ അങ്ങനെ ഒരുപാട് എയർലൈനുകൾ തകർന്നു. ഇതിൽ നിന്നും ഇൻഡിഗോ പാഠം പഠിച്ചാൽ നന്ന്. JS അടൂർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന ഒരു പോസ്റ്റാണിത്. അതായത് എന്തുകൊണ്ടാണ് ഇൻഡിഗോ തകർന്നത്? ഇൻഡിഗോ തകർന്നത് അവരുടെ ധാർഷ്ട്യം കൊണ്ടാണ് എന്ന് ഒറ്റ വാക്കിൽ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല വളരെ വിശദമായി തന്നെ ഈ പ്രതിസന്ധി ആരുടെയൊക്കെ പ്രശ്നമാണ്, ആരുടെയൊക്കെ കുഴപ്പമാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണ്, ഇനി ഏതൊക്കെ കമ്പനികളെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കാം എന്നതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രേക്ഷക സമക്ഷം ഈ പോസ്റ്റ് എത്തിച്ചുവെന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.